അല്പനേരത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് 3:4 മുതൽ വായിച്ചാട്ടെ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ. കർത്താവിന്റെ വഴി ഒരുക്കുവീൻ. അവന്റെ പാദം നിരപ്പാക്കുവിൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന യോഹന്നാന്റെ പ്രസംഗം 2 കാര്യം ജനത്തോട് ആവശ്യപ്പെടുന്നു. ഒന്ന്, കർത്താവിന്റെ വഴി ഒരുക്കുവീൻ. 2, അവന്റെ പാത നിരപ്പാക്കുവീൻ. ഈ 2 കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്ന 5 കാര്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് ഒന്നുകൂടെ വായിക്കാം. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. എല്ലാ താഴ്വരയും നിരന്നു വരും, നമ്മൾ ചിന്തിച്ചതാണ്. എല്ലാ കുന്നും മലയും താഴും, നമ്മൾ ആ വിഷയവും ചിന്തിച്ചു. വളഞ്ഞത് ചൊവ്വാകും, അതും നമ്മൾ ചിന്തിച്ചു. ഇനി യോഹന്നാൻ പറഞ്ഞ ആ പ്രസംഗത്തിൽ നമ്മൾ പഠിക്കാനൊരു ഭാഗം 4-ാമത്തെ വിഷയമാണ് എല്ലാ ദുർഘടമായതും നിരന്ന വഴിയായി തീരും. ദുർഘടമായത് നിരന്ന വഴിയായി തീരും. ഈ ഭാഗം പഠിക്കുന്നതിന്, നമ്മൾ വായിച്ച ഈ വേദഭാഗം പഠിക്കുന്നതിന് യെശയ്യാ 40-ാം അധ്യായം 3-ാം വാക്യം. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. തുടങ്ങുന്നത് തന്നെ എന്നാന്നറിയാമോ? മനസ്സുണ്ടെങ്കിൽ കേക്ക്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വഴിയേ പോകുന്ന ഒരുവൻ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ് പറയുന്നത്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. ചുമ്മാ വിളിച്ചു പറയുകയല്ല, പറയാൻ പറഞ്ഞിട്ട് പറയുകയാണ്. 40-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാകും. ശ്രദ്ധിച്ചാട്ടോ. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ. വെറുതെ വിളിച്ചു പറയുന്നതല്ല, ഇത് ജനത്തിന് ആശ്വാസമാകുവാൻ വേണ്ടിയാണ്. എന്റെ ദൈവം പറയുന്നു നിങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ദൈവദാസന്മാരുടെ ആഗ്രഹം എന്നറിയാമോ? ഒരാശ്വാസ വചനം പകർന്നു കൊടുക്കണം. അതാണ് ദൈവദാസന്മാരുടെ ആഗ്രഹം. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വിളിച്ചു പറയുകയാണ്, ആശ്വസിപ്പിപ്പീൻ, ആശ്വസിപ്പിപ്പീൻ എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. അടുത്തത്, യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു. അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവീൻ. അവളുടെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചിരിക്കുന്നുവെന്ന് അവളോട് വിളിച്ചു പറവീൻ. പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജ് പ്രാപിച്ചുകൊണ്ടാണ് യെശയ്യാവ് 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, കേട്ടോ ഒരുവൻ വിളിച്ചു പറയുന്നത്. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ. വേറെ എവിടെ വഴിയൊരുക്കാൻ പറഞ്ഞാലും അത് സ്വാഭാവികമാണ്. എന്നാൽ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ വഴിയൊരുക്കുവീൻ. കാരണം മരുഭൂമി സാധാരണ നിർജ്ജന പ്രദേശമാണ്. അതിൽ കൂടെ വഴി ഒരുക്കിയാലും ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, മണ്ണങ്ങോട്ട് വന്നിട്ട് മൂടിപ്പോകും. എന്നിട്ടും പറയുകയാണ് മരുഭൂമിയിൽ വഴിയൊരുക്കുവീൻ. എന്തിനാണെന്നറിയാമോ? മരുഭൂമിയിലും കടലിലുമൊക്കെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ദിക്കറിയത്തില്ല. എവിടെന്ന് വന്നെന്നറിയത്തില്ല, എങ്ങോട്ടാണ് പോകുന്നെന്നറിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചറിയിക്കുകയാണ്, നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും എവിടെന്നാണ് വന്നതെന്നും എങ്ങനെ കാര്യങ്ങളായി തീരുമെന്നും അറിയാതിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു വഴിയൊരുക്കാനുള്ള പരിപാടിയുമായിട്ടാണ് യെശയ്യാ പ്രവാചകനെ ഈ വചനവുമായി അന്നയച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ മരുഭൂമിയിൽ തപ്പി തടഞ്ഞുകൊണ്ടിരിക്കുന്ന ജനത്തിന് ദൈവത്തിന് സ്തോത്രം. പച്ചയില്ലാതെ മരീചിക മാത്രം കണ്ടുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന് ഇന്ന് രാത്രി പിന്നെയും ആശയ്ക്ക് വകയുണ്ട്. നിന്റെ മുമ്പിൽ വഴി വെട്ടി തുറക്കുന്ന ഒരു ദൈവത്തിന്റെ വചനം നിനക്ക് വേണ്ടി വ്യാപരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമിയിൽ പെട്ടുപോയ ദാഹം അങ്ങോട്ട് വർദ്ധിക്കും. അതിൻ്റെ ഒപ്പം വേറൊരു പ്രശ്നം കൂടെ ഉണ്ടാവും. കാണുന്നിടത്തെല്ലാം വെള്ളമാണെന്ന് തോന്നുന്നു. ഈ ദാഹത്തിനൊരു കുഴപ്പമുണ്ട്. വെള്ളം കാണാതിരുന്ന ദാഹം വലുതായിട്ട് ഇന്റൻസിഫൈ ചെയ്യത്തില്ല.
പക്ഷേ ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളം, നല്ല തണുത്ത വെള്ളം ഇങ്ങനെ വീഴുന്നത് കണ്ടാലുണ്ടല്ലോ, അവൻ്റെ ഉണങ്ങിയിരിക്കുന്ന തൊണ്ടയൊന്ന് നനഞ്ഞു കിട്ടാൻ ഒരു അത്യാഗ്രഹം വരും. മരുഭൂമിയിൽ നീ ദാഹിച്ചിരിക്കുമ്പോൾ വരണ്ട സ്ഥലത്ത് നീരുറവുകൾ കാണേണ്ടതിന് പകരം വെറും മരീചിക കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോയി മോഹഭംഗവുമായി വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ലോകത്തിൽ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ്, നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞ്, നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് അനേക മരുപ്പച്ചകൾ മരീചികയായി തോന്നിയ സ്ഥാനത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ അരുളപ്പാട്, അവൻ നിനക്ക് വേണ്ടി വഴി ഒരുക്കി ഈ മരുഭൂമിയിൽ കൂടെ ജയോത്സവമായി നിന്നെ നടത്താൻ പോകുകയാണ്. പ്രാരംഭമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ മരുഭൂമിയുടെ അനുഭവമായി വന്നിട്ടുള്ള ചിലർക്ക് വഴി തുറക്കത്തക്കവണ്ണം ദൈവത്തിന്റെ വചനം ആമേൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേട്ടോ, ഒരുവൻ വിളിച്ചു പറയുന്നത്, താഴോട്ട് വായിച്ചു. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവേൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുക. ഹല്ലേലൂയ. ഇപ്പോൾ നിർജ്ജനമാണ്, ഒന്നും കാണുന്നില്ല. ഇവിടെ ജനത്തിന്റെ പോക്കുവരത്ത് ഉണ്ടാകുമെന്ന് നീ കാണുന്നില്ല. എന്നാൽ നീ ഒരുക്കുന്ന പെരുവഴിയുണ്ടല്ലോ, അത് ആർക്കു വേണ്ടിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നിന്റെ ദൈവത്തിന് നടകൊള്ളുവാൻ, മഹാരാജാവിന് നടകൊള്ളാനുള്ള വഴി രാജപാതയാണ്. ആ രാജപാതയിൽ കൂടെ മഹാരാജാവ് വരികയാണെങ്കിൽ അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്, അവന്റെ കൂടെ പരിവാരങ്ങളുമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, നീ ഒരുക്കുന്ന വഴിയിൽ കൂടെ മഹത്വത്തിന്റെ രാജാവ് നടകൊള്ളാൻ ഇടയായി തീരട്ടെ. അവൻ കടന്നു വന്നാൽ, അവൻ നിന്റെ മുമ്പാകെ നടകൊണ്ടാൽ എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, ദുർഘടമായത് നേരെയാകും, വളഞ്ഞത് ചൊവ്വാകും. ഇന്ന് രാത്രി നിന്റെ വളച്ചിട്ടിരിക്കുന്ന വിഷയങ്ങൾ, ദുർഘടമായിരിക്കുന്ന വിഷയങ്ങൾ, ഉടക്കിയിട്ടിരിക്കുന്ന വിഷയങ്ങൾ മഹാരാജാവിന്റെ എഴുന്നള്ളത്ത് കൊണ്ട് അത് നേരെയാക്കത്തക്കവണ്ണം ദൈവത്തിന്റെ വചനം നിനക്ക് മുമ്പാകെ നടകൊള്ളുവാൻ പോകുകയാണ്. കേട്ടോ, ഒരുവൻ വിളിച്ചു പറയുന്നത് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വിളിച്ചു പറയുകയാണ്, നിനക്ക് വേണ്ടി വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുഭൂമിയിൽ വഴിയൊരുക്കുന്നവൻ, നിർജ്ജന പ്രദേശത്ത് പെരുവഴിയൊരുക്കുന്നവൻ. ഹല്ലേലൂയ. നിന്നെ ഏകനായി വിട്ട സ്ഥാനത്ത്, നീ ഒറ്റയ്ക്ക് നടക്കുന്ന സ്ഥാനത്ത്, ഒരുവനും കൂട്ടില്ലാതിരിക്കുന്ന സ്ഥാനത്ത്, നിർജ്ജന പ്രദേശത്ത് നിനക്ക് വേണ്ടി പെരുവഴി വെട്ടുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ആമേൻ. ഫിലിപ്പിയ ലേഖനം പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർന്നു തരും. അപ്പൊ ആദ്യം മരുഭൂമിയിൽ വഴി വെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആരാ വെട്ടുന്നത്, ആരാ വെട്ടാൻ പോകുന്നത്? ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടെ. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി ഉളവാക്കുവിൻ. വഴി ഒരുക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരാ. ആമേൻ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മന്ത്രി വരുമ്പം ഇടവഴിയൊക്കെ ടാറിടുന്നത് പഞ്ചായത്താണ്. പഞ്ചായത്ത് ടാറിടുമ്പോൾ ഫണ്ട് കുറച്ചേ കാണത്തുള്ളൂ, അതുകൊണ്ട് ഈ മുട്ടത്തോണ്ട കനത്തിൽ ടാറിട്ട് പോകും. മന്ത്രി പോകുന്ന കൂട്ടത്തിൽ ടാറും പോകും. എന്നാൽ കേന്ദ്രമന്ത്രിയാണ് വരുന്നതെങ്കിൽ പ്രവർത്തിക്കുന്ന CPWD ഫണ്ടിന് ഒരു കുറവുമില്ല. അവർ മുട്ടത്തോണ്ട കനത്തിലിടുമ്പോൾ ഇവർ ഒരടി കനത്തിൽ അങ്ങ് ഇട്ടുപോകും. മന്ത്രി വന്നു പോയാലും ആ റോഡ് അവിടെ കിടക്കും. ഇന്ന് രാത്രി നിന്റെ ദൈവത്തിന് വന്നു പോകാനായിട്ട് ഒരു വഴി അങ്ങോട്ട് തുറന്നു കിട്ടിയാലുണ്ടല്ലോ, അവൻ വന്നു പോയാൽ നിന്റെ ഉപയോഗത്തിന് അതൊരു വഴിയായി കിടക്കുകയാണ്. ഈ വരുന്നത് അവൻ മഹാദൈവമായിരിക്കയാൽ, മഹാരാജാവായിരിക്കയാൽ മരുഭൂമിയിൽ തുറന്ന വഴിയെക്കുറിച്ച് പിന്നത്തതിൽ പറയുന്നു, നിർജ്ജന പ്രദേശത്ത് തുറന്ന പെരുവഴി. ദൈവം തുറക്കുമ്പോൾ ഒറ്റ വാക്കി പറയാം, ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ അത് ഇടവഴിയല്ല, അതൊരു പെരുവഴിയാണ്. ആമേൻ. അതൊരു ബൈലൈൻ അല്ല, ദൈവത്തിന് സ്തോത്രം, അതൊരു നാഷണൽ ഹൈവേ ആണ്. ഇന്ന് രാത്രി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു സാധാരണ വഴിയല്ല, ഒരു പെരുവഴി ഉണ്ടാകത്തക്കവണ്ണം കൈകാര്യം ചെയ്യുവാൻ എൻ്റെ ദൈവം പ്രസാദിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. വായിച്ചു താഴോട്ട്. എല്ലാ താഴ്വരയും നികന്നും, എല്ലാ താഴ്വരയും നികന്നും, എല്ലാ മലയും കുന്നും താണും വരണം. എല്ലാ മലയും കുന്നും താഴ്ന്നും വരണം. കാരണം പെരുവഴിയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്.
പെരുവഴി വെട്ടുമ്പോൾ ഇടവഴിയാണെങ്കിൽ കുന്ന് കാണുമ്പോൾ വളച്ചോണ്ട് പോകും, താഴ്വര കാണുമ്പോൾ മലയുടെ ചെരുവിൽ കൂടെ പോകും. എന്നാൽ പെരുവഴി വെട്ടുമ്പോൾ കുന്ന് കണ്ടാൽ ഇടിച്ചു മാറ്റും, താഴ്വര വന്നാൽ നികത്തി മാറ്റും. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന വഴിയുടെ മഹത്വമാണ് ഈ പറഞ്ഞത്. ഇത് ദൈവം തുറക്കുന്ന വഴിയാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ കാണുന്ന മലകൾ പ്രശ്നമല്ല, കുന്നുകൾ പ്രശ്നമല്ല, അത് ഇടിച്ചു നിരത്തിക്കൊണ്ട് ഈ പെരുവഴി എന്റെ ദൈവം നിന്റെ മുമ്പിൽ തുറക്കുന്നത് അവന് നടകൊള്ളാനല്ല, എന്നേക്കുമായി നിനക്കും നിന്റെ സന്തതികൾക്കും ആമേൻ ഹല്ലേലൂയ തലമുറ തലമുറയായി നടക്കത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ പണ്ട് പോകുമ്പോൾ തുറക്കാതിരുന്ന വാതിലുകൾ, നീ പണ്ട് പോയപ്പോൾ തുറക്കാതിരുന്ന വഴികൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി ഒരുവൻ നടകൊള്ളുന്നുണ്ടെങ്കിൽ അത് തുറക്കാൻ പോകുകയാണ്. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കാൻ കഴിവുള്ളവൻ അവൻ ഇടവഴിയെ പെരുവഴിയാക്കാൻ കഴിവുള്ളവൻ. മരുഭൂമിയിലല്ല, ആമേൻ പ്രൈസ് ദി ലോർഡ്, ചെങ്കടലിലായാലും പാത വെട്ടി തുറക്കാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി എനിക്ക് നിനക്കും വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാകട്ടെ. അടഞ്ഞ വഴിയുമായി നിൽക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി ജയമെടുത്തോണം, ഇന്ന് രാത്രി ജയമെടുത്തോണം. നിന്റെ മുമ്പിൽ ഒരു വഴി തുറന്നു കിട്ടുവാൻ, ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് കിട്ടുവാൻ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രി കിട്ടുന്ന അവസരം ഉപയോഗിച്ചോണം. അപ്പൊ ഈ രാജാവ് ചെല്ലുന്നിടത്ത് രാജകോലാഹലമുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ സകല പരിവാരങ്ങളും പോകും. അവിടെ രഥം പോകും, കുതിര പോകും, ദൈവത്തിന്റെ സ്തോത്രം, സകല പരിവാരങ്ങളും പോകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു വഴിയും കാണാതെ വിഷമിക്കുന്ന ദൈവ പൈതലേ, നീ ഒരു കാര്യത്തിന് തയ്യാറാകുമോ? ഈ രാജാവിനെ നിന്റെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോകാൻ തയ്യാറാകുമോ? ഈ മഹാരാജാവിനെ നിന്റെ ഉള്ളത്തിലേക്കുവാൻ ഇന്ന് രാത്രി തയ്യാറാകുമോ? അവൻ നിന്റെ ഉള്ളത്തിൽ വന്ന് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ മഹാരാജാവ് നിന്റെ ഭവനത്തിൽ വന്നതുകൊണ്ട്, നിന്റെ വീട്ടിൽ വന്നതുകൊണ്ട്, നിന്റെ വീട്ടിലേക്ക് ഒരു പെരുവഴി വെട്ടി തുറന്നുകൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ ചെയ്യുന്ന അനുഭവങ്ങൾ നാളെ നിന്റെ സ്വന്തമായി തീരും. ഈ വഴി ചിലർക്ക് തുറന്നു കിട്ടിയാലും അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ വഴി തുറക്കും, അത് പെരുവഴിയാണ്. പക്ഷേ വീട്ടിലേക്ക് ഒരു പെരുവഴി വെട്ടി തുറന്ന ശേഷം അതിൽ കൂടെ ലോറിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത്രയും വീതിയിൽ പുല്ല് വിളിക്കുകയില്ല. കാറാണ് ഓടിക്കുന്നതെങ്കിൽ അത്രയും വീതി പുല്ല് വിളിക്കുകയില്ല. സ്കൂട്ടറാണ് ഓടിക്കുന്നതെങ്കിലോ ഒരു ചക്രത്തിന്റെ വീതിയിലെ പുല്ല് വിളിക്കാതെ കാണത്തുള്ളൂ. രാത്രി വഴി വെട്ടി തുറന്നാലും നീ അതേ കൂടെ ഓടിക്കുന്നത് എന്നാണോ അതനുസരിച്ച് അതിൻ്റെ വീതി ചുരുങ്ങി 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 വരും. ഇന്ന് രാത്രി വിശാലമായ വഴി തുറന്നെങ്കിൽ വിശാലതയിൽ നടക്കുന്നവന് മാത്രമേ ആ വിശാലമായ വഴി നിലനിർത്താൻ പറ്റൂ. കഴിഞ്ഞ കാലങ്ങളിൽ വഴി തുറന്നിട്ട് ഇപ്പോഴും ഇടുക്കായത് കാരണം എന്നറിയാമോ? നീ അതിൽ കൂടെ ഇട്ട് ഓടിച്ച വണ്ടി 2 വീലറാണ്. ദൈവം നിന്നെ സഹായിച്ചെങ്കിൽ നീ ദൈവത്തിന്റെ പൈതൽ എന്നുള്ള പദവിക്കകത്ത് വിശ്വാസം കാത്ത് ഓട്ടം തികയ്ക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നീ ആരെ വിളിച്ചപേക്ഷിക്കുന്നുവോ അവന്റെ പദവിക്ക് ഒത്തവണ്ണം സാക്ഷ്യമുള്ളവനായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഇടവഴിയല്ല പെരുവഴിയാണ് തുറക്കുന്നത്, അവന്റെ ധനത്തിനൊത്തവണ്ണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തുറന്നു കഴിയുമ്പോൾ എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. യഹോവയുടെ മഹത്വം വെളിപ്പെടും. എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് അറിയാമോ? അവന്റെ മഹത്വം വെളിപ്പെടാ. ഹല്ലേലൂയ. ദൈവം ഒരു നന്മയും ചെയ്തിട്ട് ആരുടെ മഹത്വമാണ് കഴിഞ്ഞ കാലങ്ങളിൽ വെളിപ്പെട്ടത്? ദൈവത്തിന് ഉദ്ദേശം എന്നറിയാമോ? നിന്റെ കുന്ന് ഇടിച്ചത്, താഴ്വര നികത്തിയത്, ഹല്ലേലൂയ, വഴി ചൊവ്വാക്കിയത്, ദുർഘടങ്ങൾ മാറ്റിയത് അവന്റെ മഹത്വം വെളിപ്പെടാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് അനുഗ്രഹം കിട്ടിയിട്ടും ഇന്നും ഗതികേടിലായതിന്റെ കാരണം എന്നറിയാമോ? ഈ ദൈവം വിടുവിച്ച വിധങ്ങളെ കുറിച്ച് ഒരു സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയാൽ മിണ്ടാതിരുന്നത് കൊണ്ടാണ്. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം നിലനിൽക്കാത്തതിന്റെ കാരണം നിന്നെ വിടുവിച്ച ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം എവിടെയൊക്കെ അവസരമുണ്ടോ അവിടെയെല്ലാം വിളിച്ചു പറയണം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്. നിങ്ങളൊന്ന് നോക്കി, സാക്ഷ്യത്താലും വചനത്താലും വചനം വായിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്നവൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവവചനം അവൻ ഇഷ്ടം പോലെ വായിക്കുകയും കിട്ടുന്നിടത്തെല്ലാം വചനവും തൻ്റെ സാക്ഷ്യവും പറയുന്നതുമായ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, അവൻ അടിവെച്ച് 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 കയറുന്നുണ്ടാകും. എവിടെയൊക്കെ സാക്ഷ്യം മൂടി വെച്ചിട്ടുണ്ടോ അവിടെ വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിനക്ക് ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ ദൈവം ചെയ്ത സാക്ഷ്യം മാറ്റി നിർത്തിക്കൊണ്ട് എത്ര കല്ല് വെച്ച പ്രസംഗം പ്രസംഗിച്ചാലും, തകർപ്പൻ പ്രസംഗം പ്രസംഗിച്ചാലും അത് ഏക്കുകേല. ഹല്ലേലൂയ. നിന്നെ പരിചയമില്ലാത്ത ഒരുവന്റെ അടുക്കൽ ചെന്നാൽ അവനോട് പറയുന്ന വചനം, അതിൽ നിന്റെ സാക്ഷ്യം കൂടെ ഉണ്ടെങ്കിലേ ഈ ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ. സാക്ഷ്യത്താലും വചനത്താലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർന്നു. അടുത്ത വായിച്ചു. സകല ജഡവും പുല്ലുപോലെയും, സകല ജഡവും പുല്ലുപോലെയും, അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. ഇത് പറഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? സകല ജഡവും ഒരുപോലെ പെരുവഴി കാണും, ഇടവഴി കാണും, വിടുതൽ കാണും. പക്ഷെ ജഡം ഒരു കാര്യം ഓർക്കണം, അത് പുല്ലുപോലെയാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ദൈവം നിന്നെ ഉയർത്തിക്കഴിയുമ്പോൾ, നിന്റെ ദേശത്ത് ഉയർത്തുമ്പോൾ, നിന്റെ ചാർച്ചക്കാരുടെ ഉയർത്തുമ്പോൾ, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ, നിന്റെ ദേശത്ത് നിന്നെ സാമ്പത്തികമായി ഉയർത്തുമ്പോൾ, ആരോഗ്യത്തിൽ ഉയർത്തുമ്പോൾ, സമാധാനത്തിൽ ഉയർത്തുമ്പോൾ, സന്തോഷത്തിൽ ഉയർത്തുമ്പോൾ, കുടുംബജീവിതത്തിൽ ഉയർത്തുമ്പോൾ, നിന്റെ മുമ്പിൽ പെരുവഴികൾ വെട്ടിത്തുറന്ന് നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകല്ലേ, നീ പുല്ലുപോലെയാണ്, വയലിലെ പുല്ലുപോലെയാണ്. ആമേൻ. സാക്ഷാൽ ഞാൻ ജഡമാണ്. ഈ ജഡം ഒരു ദിവസം അവസാനത്തെ ശ്വാസവും വലിച്ച ശേഷം ഈ ഭൂമിയിൽ ചത്തുവീഴാനുള്ളതാണ്. എന്നാൽ ഈ ജഡത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ദൈവം ചെയ്ത നന്മകളെ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ, ദൈവം ചെയ്ത വിടുതലുകളെ നിത്യതയിൽ പ്രതിഫലം കിട്ടത്തക്കവണ്ണം വലിയ മുതൽക്കൂട്ടാക്കി മാറ്റുവാൻ ഈ ദൈവത്തെ സാക്ഷിച്ച്, ഈ ദൈവത്തെ ആരാധിച്ച്, ഈ ദൈവത്തെ മാനിച്ച്, ഈ ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോകണം. അതിന്റെ പകരം വല്ലതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രംഗത്തില്ല. ഒരിക്കൽ മാനസാന്തരം വന്ന ശേഷം പിന്മാറ്റത്തിൽ പോയ പിന്നെ അവനെ കൊള്ളത്തില്ലെന്നാ പറഞ്ഞത്. ഈ ദൈവം നിന്നോട് ഇടപെട്ടിട്ടുള്ള, നിന്നെ അനുഗ്രഹിച്ചിട്ടുള്ള, നിന്നെ ബലപ്പെടുത്തിയിട്ടുള്ള, നിന്നെ സഹായിച്ചിട്ടുള്ള ഒരു സംഭവമെങ്കിലും ഉണ്ടെങ്കിൽ മറക്കരുത്, മറക്കരുത്. മാത്രമല്ല അതിൽ കൂടെ പ്രാപിച്ച നന്മകൾ നോക്കിക്കൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയണം, എന്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മൗനവാസം ചെയ്യുമായിരുന്നു, ഞാൻ മൃഗന്മാരോടൊപ്പമാകുമായിരുന്നു. നിന്റെ സ്വന്തം അനുഭവങ്ങൾ നോക്കി നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കത്തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചിട്ടില്ലേ? ആരോഗ്യം തന്നില്ലേ? മക്കളെ തന്നില്ലേ? അവർക്കെല്ലാം വിദ്യാഭ്യാസം തന്നില്ലേ? അവരെ പഠിപ്പിക്കാനുള്ള വരുമാനം തന്നില്ലേ? താമസിക്കാനുള്ള വീട് തന്നില്ലേ? യാത്ര ചെയ്യാനുള്ള വാഹനം തന്നില്ലേ? ദൈവം നിന്നെ ഉന്നതികളിന്മേൽ ഗിരികളിന്മേൽ നടകൊള്ളുമാറാക്കുമെന്ന്, ഓടിക്കുമാറാക്കുമെന്ന് പണ്ടെങ്ങാണ്ടോ പറഞ്ഞത് ഒരു വാക്കുപോലും വിട്ടുപോകാതെ നിന്റെ കുടുംബത്തിൽ നിവർത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. അതോടൊപ്പം മനസ്സിലാക്കണം, വെറും ജഡമാണ്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത് ഞാൻ എന്തു പറയണം? പറഞ്ഞോളാൻ പറഞ്ഞു. അവൻ സകല ജഡവും വയലിലെ പുല്ലുപോലെയും, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. വായിച്ചോ. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതെ, ജനം പുല്ല് തന്നെ. അതെ, ജനം പുല്ല് തന്നെ. ഇന്ന് രാത്രി ഈ പുല്ല് തന്നെയായ ജനം രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അത് വാടാനുള്ളതാണ്, അത് അരിഞ്ഞു വാടിപ്പോകാനുള്ളതാണ്, അത് തൂകിപ്പോകാനുള്ളതാണ്, അത് പറന്നു പോകാനുള്ളതാണ്, അത് ചുട്ടുകളയാനുള്ളതാണ്, അത് നശിച്ചു പോകാനുള്ളതാണ്. എന്നാൽ ജീവശ്വാസം നിന്നിൽ ഊതിയ ജഡമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് വെട്ടിക്കളഞ്ഞാലും കരുവേലവും കരിമരവും വെട്ടിയിട്ടാലും അതിന്റെ കുറ്റി തളിർക്കുമെന്ന് പറഞ്ഞതുപോലെ ആരെല്ലാം എന്തെല്ലാം ചെയ്താൽ ദൈവവൈതലേ നിനക്കൊരു തളിർപ്പുണ്ട്. മുള പൊട്ടി പുറപ്പെടും. നിന്നെ താഴ്ത്തിക്കളയുവാൻ, നിന്നെ വെട്ടിക്കളയുവാൻ സാധ്യമല്ല. രാത്രി ദൈവമക്കളെ, നമ്മുടെ ലിമിറ്റേഷൻ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അൺലിമിറ്റഡ് കപ്പാസിറ്റിയാണ്. നമ്മൾ ലിമിറ്റഡാണ്, ലിമിറ്റഡ് എഡീഷനാ. പുല്ല, പൂ പോലെയാ, വാടും, ഉതിർന്നു പോകും. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിന്നാൽ വാടുകേല, ഉതിരുകേല, പറക്കുകേല. അവൻ നിത്യത മുഴുവൻ ദൈവം എവിടെയുണ്ടോ അവന്റെ കൂടെ നീയും കാണണം.
അങ്ങനെ ദൈവവുമായൊരു ബന്ധം സ്ഥാപിച്ച അവൻ നിസ്സാരന്മാരായ മനുഷ്യരാണ് നമ്മളെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ദൈവമുള്ളിടത്തോളം കാലം ഞാനും കാണും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. താഴോട്ട് വായിച്ചേ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, ഈ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് രാത്രി ദൈവവൈതലേ, അതുകൊണ്ട് നിലനിൽക്കുന്ന ഒരെണ്ണത്തേലോട്ട് നമ്മൾ ആങ്കർ ചെയ്യണം. ബാക്കിയെല്ലാം മാറും കേട്ടോ. നിലനിൽക്കുന്നത് അവൻ്റെ വചനം മാത്രം. ആ വചനം വായിക്കാനും അത് പ്രാപിക്കാനും അത് ധ്യാനിക്കാനും അത് ഓർക്കാനും അത് കേൾക്കാനും അത് ഏറ്റെടുക്കാനും ഇടയായി തീർന്നാൽ പുല്ലുവാടും, പൂവുണങ്ങും, പക്ഷെ നീ കാണും. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ സമ്മറി 44 അധ്യായത്തിൽ 21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വീണ്ടും കാണുകയാണ്. 44 അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക. ഇസ്രായേലേ, നീ എന്റെ ദാസനല്ലോ. ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എന്റെ ദാസൻ തന്നെ. ഇസ്രായേലേ, ഞാൻ നിന്നെ മറന്നുകളകയില്ല. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. കർത്താവിന് വഴി ഒരുക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ, കർത്താവിന് വേണ്ടി പാത ഒരുക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ അവന്റെ ഉള്ളത്തിൽ യേശു വന്ന് വസിക്കുമ്പോൾ അവന്റെ സകല പാപങ്ങളും മോചിക്കപ്പെട്ടിരിക്കും. ആമേൻ. അത് രക്താംബരം ചുവപ്പായിരുന്നാലും കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ യേശുവിന്റെ വരവിന് നീ നിന്റെ ഹൃദയത്തിലേക്ക് പാതയൊരുക്കിയാൽ ദൈവവചനപ്രകാരം യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ റോമൻ 10:9 പറയുന്നത് പോലെ നീ രക്ഷിക്കപ്പെടും. പക്ഷേ ആ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ ഒരു ഒരുക്കമുണ്ട്. ഇന്നത്തെ ഭൂരിഭാഗവും രക്ഷിക്കപ്പെടുന്നത് കയ്യിൽ കിട്ടുന്ന കടലാസിൽ ടിക്ക് ചെയ്തിട്ടാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ടിക്ക്. ദൈവബോധത്തിലായിട്ട് ജീവിക്കാമോ, ടിക്ക്. പ്രാർത്ഥിക്കാമോ, ടിക്ക്. ഇങ്ങനെ ടിക്ക് ടിക്ക് അടിച്ചുകൊണ്ടൊന്നും കാര്യം ശരിയാകത്തില്ല. ദൈവവചനം അകത്ത് കയറി പ്രവർത്തിക്കാൻ ആരംഭിക്കണമെന്ന്. മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അർത്ഥം മനസ്സിലാക്കി മാനസാന്തരപ്പെടണമെന്ന്. ഹല്ലേലൂയ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിന് മാറ്റം വരണം, തിരിയണം. അങ്ങനെ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എപ്പോൾ? അടുത്ത വാക്യം. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എപ്പോഴാ വീണ്ടെടുത്തത്? ഓട്ടോറിക്ഷ കാലി പോകുമ്പോ പിടിച്ചു കയറ്റി കൊണ്ടുപോകുന്ന പോലെ കാലി വണ്ടി കയറ്റിയതല്ലത്. പിന്നെയോ ഒരുക്കമുള്ളവന് വേണ്ടി ഒരുക്കിയ മാർഗത്തിൽ കൂടെ ഒരുക്കിയ വചനവുമായി ഒരുക്കിയെടുക്കുന്ന പരിപാടിയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 68 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. ശരിയായി രക്ഷിക്കപ്പെട്ടവൻ ഒരു ഞായറാഴ്ച ആരാധന മുടക്കി വീട്ടിലിരിക്കുകയല്ല. അവൻ അറിയാം അവൻ രക്ഷിക്കപ്പെട്ടത് അവനെ ആരാധിപ്പാനാണ്. ശരിയായി രക്ഷിക്കപ്പെട്ടവൻ, വചനമറിയാവുന്നവൻ, അവൻ ആരാധന മുടക്കി കല്യാണത്തിന് പോവുകയില്ല. കാരണം അവനറിയാം ആയുഷ്കാലം മുഴുവൻ ഭയം കൂടാതെ ആരാധിക്കുവാൻ എനിക്ക് പദവി തന്നിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പോകേണ്ടവനാണ്.
ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നവൻ ബിരിയാണി ഉണ്ടെന്നറിഞ്ഞാൽ തിരുവത്താഴം മുടക്കി ബിരിയാണി തിന്നാൻ പോകും. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്നെ വിളിച്ചത് എന്തിനാ? നിന്നെ വിളിച്ചത് എന്തിനാ? ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ ആരാധിക്കാനാണ്. ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിലും ആത്മാവിലുള്ള ഒരു ആരാധനയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത്. പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിച്ച്, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം പ്രവർത്തിച്ച്, വചനത്തിന്റെ ശക്തി കൊണ്ട് വിളിക്കപ്പെട്ടവനാണെങ്കിൽ സത്യത്തിലും ആത്മാവിലുമുള്ള ഒരാരാധന കിട്ടാൻ എത്ര മൈല് വേണമെങ്കിലും പോകും. അറിയാമോ? ചാകാൻ കിടക്കുന്നവനെ മെഡിക്കൽ കോളേജിലോട്ടാണ് കൊണ്ടുപോകുന്നത്, അല്ലാതെ ഹെൽത്ത് സെന്ററിലോട്ടല്ല. വിവരമുണ്ടാകണം. കാഴ്ചപ്പാട് വരുമ്പോൾ സത്യാരാധന എവിടെയായാലും ഓടിയെത്തും. ചുറ്റുപാടും എന്തെല്ലാം കൂത്തുകൾ നടന്നാലും, എന്തെല്ലാം കൊട്ടുകൾ നടന്നാലും, എന്തെല്ലാം തുള്ളൽ നടന്നാലും അതൊന്നും ആരാധനക്കാരന്റെ മനസാക്ഷിക്ക് പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വെറും ജൽപ്പനങ്ങളായി മാറുമ്പോൾ ജീവനുള്ള ദൈവത്തെ ജീവനോടെ ആരാധിക്കുവാൻ ജീവനുള്ള ജനം ജീവനോടെ ഓടിയെത്തും. ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ ആരാധിപ്പാൻ എന്തിനാ വിളിച്ച് വേർതിരിക്കപ്പെട്ടത്? ഞാൻ ചോദിക്കട്ടെ, നാമധേയ ആരാധനയിൽ പോയാൽ അവിടെ ഒന്നുമില്ലെങ്കിൽ ഗിണിയും ഗിണിന്ന് മണിയടിയുണ്ട്, അല്ലെങ്കിൽ കുറെ പുകയെങ്കിലും ഉണ്ട്, അതല്ലെങ്കിൽ കണ്ട ജീവനുണ്ടെന്ന് തോന്നുന്ന വിഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പെന്തിക്കോസ്തുകാരാ, ആത്മാവിന്റെ ചൈതന്യം കെട്ടുപോയാൽ, വിശ്വാസത്തിന്റെ ചൈതന്യം കെട്ടുപോയാൽ, വിശുദ്ധിയുടെ ചൈതന്യം കെട്ടുപോയാൽ, അവൻ ശെക്കേനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന യഹോവയുടെ പെട്ടകം അത് അതിപരിശുദ്ധ സ്ഥലത്തിരുന്നാലും പുറത്തിരുന്നാലും ബത്ശെമെശർ അത് തൊട്ടപ്പോ തട്ടിപ്പോയി. കാരണം ആ പെട്ടകത്തിനകത്ത് പ്രമാണത്തിന്റെ കൽപ്പലകയുണ്ട്. ആ പെട്ടകത്തിനകത്ത് അത്ഭുതങ്ങളുടെ മന്നയിട്ട് വെച്ച പൊൻപാത്രമുണ്ട്. ആ പെട്ടകത്തിനകത്ത് അഹരോന്റെ അഭിഷേകത്തിന്റെ അധികാരം തെളിയിച്ച വടിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ അധികാരത്തിന്റെ വടിയും മന്നയിട്ട പൊൻപാത്രവും നിയമത്തിന്റെ കൽപ്പലകളും മാറ്റിവച്ചാൽ പെട്ടകം പെട്ടകമല്ല, വെറും പെട്ടിയാണ്. പെട്ടിയുടെ മുമ്പിൽ ആരാധിക്കാനല്ല നിന്നെ വിളിച്ചത്. ജീവനുള്ള ദൈവത്തെ, പ്രമാണമുള്ള ദൈവത്തെ, ജീവന്റെ ഉറവിടയായ ദൈവത്തെ, ഉണക്കമരം പോലും ഒരു രാത്രി കൊണ്ട് തളിർക്കുവാൻ കഴിവുള്ള, പൂക്കുവാൻ കഴിവുള്ള, കായ്ക്കുവാൻ കഴിവുള്ള ഒരു സത്യാരാധനയിൽ അംഗമായിരിക്കാൻ, ആരാധിപ്പാൻ ദൈവം നിന്നെ വിളിച്ചു. ഇന്ന് രാത്രി ആമേൻ, ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ അവനെ ആരാധിപ്പാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എത്ര പേർക്ക് ഉറപ്പടെ പറയാൻ സാധിക്കും? അവൻ നിർജ്ജന പ്രദേശത്ത് പെരുവഴി തന്ന് നിന്നെ രക്ഷിച്ചത്, നിന്നെ വിളിച്ച് വേർതിരിച്ചത്, പിതാക്കന്മാരോട് അരുളിച്ചത് വാഗ്ദത്തം ഓർത്ത് അതിന്റെ നിവർത്തീകരണം 4000 വർഷം കാത്തിരുന്ന മശിഹായുടെ അവൻ വരവ്, അവൻ ആത്മാവിന്റെ ചൈതന്യത്തോടെ, ഉയർപ്പിന്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ എഴുന്നള്ളത്തോടെ, അന്യഭാഷ അടയാളത്തോടെ പെന്തക്കോസ്ത് നാളിൽ യെരൂശലേമിൽ മുഴങ്ങിയ സത്യാരാധന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ ദൂതന്മാർ എന്റെ യേശുവിന്റെ മുമ്പാകെ 24 മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ട് മാമന് വണങ്ങി നമസ്കരിക്കുന്ന സ്വർഗീയ ആരാധന, സത്യാരാധന, ആത്മാവിന്റെ ആരാധന ഈ നാളുകൾ ദേശത്ത് മുഴങ്ങട്ടെ. ആ സത്യാരാധനയിൽ വചനം പറയുന്നു, ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഓരോരുത്തന് വെളിപ്പാടുണ്ട്. ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം സകലരും ആരാധകരാണ്. അതുകൊണ്ടാണ് ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ ശ്രദ്ധിക്കണമേ, കേട്ടോ. ഒരുത്തൻ വിളിച്ചു പറയുന്നത് കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളഞ്ഞ് നീ ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങൾ കൂടെ നടത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇനിയും വരുന്നേ ഉള്ളൂ. ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ദൈവവൈദ്യനെ ഇതുകൊണ്ടൊന്നും നിൽക്കത്തില്ല. ഇനിയും ഐശ്വര്യത്തിന്റെ വഴികൾ മുന്നിടുവാനുണ്ട്. കാരണം മഹത്വത്തിന്റെ രാജാവ് നിന്റെ മുമ്പേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിന്റെ രാജാവ് മുമ്പേ പോകുമ്പോൾ, യഹോവ നിന്റെ ഇടയനായി മുന്നേ പോകുമ്പോൾ, ആമേൻ, നന്മയും കരുണയും നിന്റെ പുറകെ വന്നേ പറ്റൂ.
ആമേൻ. കൂരിരുൾ താഴ്വരകൾ നിന്നെ ഭയപ്പെടുത്തുകയില്ല. അവന്റെ വടിയും കോലും ആശ്വാസമായി കൂടെയുണ്ട്. പച്ചയായ പുൽപ്പുറങ്ങൾ നിനക്കിനിയും കാത്തിരിക്കുന്നു. സ്വസ്ഥതയുള്ള വെള്ളങ്ങൾ നിനക്കിനിയും കാത്തിരിക്കുന്നു. നിന്റെ തലയെ അഭിഷേകം ചെയ്യുവാൻ എണ്ണ തുരുത്തികൾ കാത്തിരിക്കുന്നു. ശത്രുക്കൾ കാണുക ഈ മരുഭൂമിയിൽ നിനക്ക് വിരുന്നൊരുക്കുവാൻ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരികയാണ്. ആമേൻ. നീ മരുഭൂമിയിലാണെന്നറിയാം. നിനക്ക് വഴി വെട്ടിത്തരും, നിനക്ക് പെരുവഴി വെട്ടിത്തരും. അവിടെ പുൽപ്പുറമുണ്ടാക്കും, അവിടെ സ്വസ്ഥതയുള്ള വെള്ളമുണ്ടാക്കും. മാത്രമല്ല ആ മരുഭൂമിയിൽ നിന്റെ ശത്രുക്കൾ കാണുക നിനക്ക് വിരുന്നൊരുക്കും. ഇന്ന് രാത്രി എന്റെ ദൈവം ചെയ്യുന്നത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാരാധിച്ച്. ശത്രുക്കളുടെ മുമ്പിൽ നിന്ദിക്കപ്പെടേണ്ട സ്ഥാനത്ത്, അവർ നിന്നെ കൂത്തുകാഴ്ചയാക്കേണ്ട സ്ഥാനത്ത്, കൂക്കി വിളിക്കേണ്ട സ്ഥാനത്ത്, ചൂളം കുത്തി വിളിക്കേണ്ട സ്ഥാനത്ത് അവൻ ഈ ദൈവത്തെ കൈക്കൊണ്ടതുകൊണ്ട്, ഈ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട് അവൻ നിന്നെ ഉയർത്തിയില്ലേ, പെരുവഴിയിൽ എത്തിച്ചില്ലേ. ഇന്ന് രാത്രി അവൻ ചെയ്ത നന്മകളെ ഓർത്ത് പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ധാന്യം വർദ്ധിച്ചാൽ സന്തോഷം ഉണ്ടാകും. തീർച്ചയായിട്ടും വീട്ടിനകത്തെല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. വീഞ്ഞ് വർദ്ധിച്ചാൽ സന്തോഷമുണ്ടാകും. കൃഷി ഏരിയയായ സന്തോഷമുണ്ടാകും. ശമ്പളം ഒരു പ്രൊമോഷൻ കിട്ടിയ സന്തോഷമുണ്ടാകും. ഒരു ഇൻക്രിമെന്റ് കിട്ടിയ സന്തോഷമുണ്ടാകും. ആമേൻ. ഒരു എസ്ക്രേഷ്യ കിട്ടിയാൽ പിറ്റേ ഞായറാഴ്ച സാക്ഷ്യം പറയുന്ന സന്തോഷത്തോടെ ആയിരിക്കും. പരീക്ഷയ്ക്ക് ഒരു ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ സന്തോഷമുണ്ടാകും. അഡ്മിഷൻ കിട്ടിയാൽ സന്തോഷമുണ്ടാകും. പാസ്സായി ജോലി കിട്ടിയാലും സന്തോഷമുണ്ടാകും. പക്ഷെ ഒരു കാര്യം ദാവീദ് പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ. ധാന്യത്തെ ആസ്പദമാക്കിയല്ല, വീഞ്ഞിനെ ആസ്പദമാക്കിയല്ല. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളി പൂക്കുകയില്ല, ബദാംവൃക്ഷത്തിലെ പിഞ്ച് കൊഴിഞ്ഞു പോകും, ഗോശാലയിൽ കന്നുകാലി ഉണ്ടാകത്തില്ല, അവൻ ആട്ടിൻകൂട്ടം തൊഴുത്തിൽ വെച്ച് നശിച്ചു പോകും, ദേശപതി അനുഭവം തരികയില്ല. എങ്കിലും ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കുമെന്ന് പറയത്തക്കവണ്ണം ദിവ്യ സന്തോഷം കൊണ്ട്, ദിവ്യ സമാധാനം കൊണ്ട് ഈ ആരാധനക്കാരന് ദൈവം നിറയ്ക്കുന്ന കൂട്ടത്തിൽ നിന്നെയും നിറച്ചില്ലേ. ഇന്ന് രാത്രി എന്നാമൻ പെരുവെള്ളങ്ങൾ കലങ്ങി വന്നാലും, സമുദ്രങ്ങൾ ഇളകിയാലും, മലകൾ ഇളകി വീണാലും, അതിന്റെ കോപം കൊണ്ട് ഇരച്ചു കലങ്ങിയാലും അവൻ മാറിപ്പോകാത്ത, അഴിഞ്ഞു പോകാത്ത ഒരു സമാധാനം കൊണ്ട് എന്റെ ദൈവം എന്റെ ഉള്ളത്തെ നിറച്ചിട്ടുണ്ടെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും? ഹല്ലേലൂയ. നിന്റെ ഉള്ളം മുഴുവൻ സന്തോഷമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുമ്പം എന്തിനെ കുറിച്ചെങ്കിലും ഒരു ഭാരം ഇപ്പൊ തോന്നുന്നുണ്ടോ? മതയാന വന്നാലും പിടിച്ചു നിർത്താമെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് ആത്മീയ സന്തോഷം, ഇതാണ് ആത്മീയ ധൈര്യം. ഇന്ന് രാത്രി ഈ പദവിയിൽ, ഈ അവസ്ഥയിൽ നിനക്ക് മുന്നോട്ട് തുടരാമെങ്കിൽ നിന്റെ മുമ്പിലുള്ള മലയല്ല, അത് ഇടിഞ്ഞു മാറും. നിന്റെ മുമ്പിലുള്ള താഴ്വരയല്ല, അത് നികന്നു വരും. നിന്റെ മുമ്പിലുള്ള വളഞ്ഞ വഴികൾ വളഞ്ഞതല്ല, അത് നേരെയാകും. നിന്റെ മുമ്പിലുള്ള ദുർഘടങ്ങളല്ല, അത് സമമാകും. ഇന്ന് രാത്രി കർത്താവേ, ഇവിടെ നിറങ്ങി പോകുമ്പോൾ ചില ദുർഘടമായി കിടക്കുന്നത്, ചില വളഞ്ഞു കിടക്കുന്നത് നിന്റെ ജനത്തിന്റെ മുമ്പിൽ നേരെയാകട്ടെ. കുടുംബ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ, ആരോഗ്യ വിഷയത്തിൽ, ആത്മീക വിഷയത്തിൽ എവിടെയെങ്കിലും നേരാകാതെ കിടപ്പുണ്ടെങ്കിൽ, ദുർഘടമായത് കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നേരെയാകട്ടെ. അമ്പരബൗഡക ശകടക ജലമര ഘട്ടൽ കൗഡ വഴികൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ബന്ധനങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ദൈവവൈതലേ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. തെറ്റിക്കൂടാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് ദൈവവചനമാണ്. പുല്ലുവാടി പൂവിർന്നു പോയി, ദൈവത്തിന്റെ വചനമോ എന്നേക്ക് നിൽക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ പ്രസ്താവിക്കുന്നത് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. ഇതിന് മാറ്റമില്ല, ഇതിന്റെ ശക്തിക്ക് മാറ്റമില്ല, ഇതിന്റെ പ്രവർത്തനത്തിന് മാറ്റമില്ല. നീ വഴി വെട്ടി തുറക്കുവാൻ, കർത്താവിന് വഴിയൊരുക്കുവാൻ, അവനെ ഉള്ളത്തിൽ കൈക്കൊള്ളുവാൻ, നിന്റെ മുമ്പിൽ കിട്ടിയ നന്മകൾക്ക് വേണ്ടി നിൽക്കേണ്ടതുപോലെ നിന്ന ഇന്ന് രാത്രി ഒരു പുതിയ പെരുവഴി നിന്റെ മുമ്പിൽ എന്റെ ദൈവം വെട്ടി തുറക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന, ഈ വചനത്തിന്റെ ചുറ്റുവട്ടം നിൽക്കുന്ന ചില ജീവിതങ്ങൾക്ക് വേണ്ടി കർത്താവേ, ഒരു പുതുവഴി
ഇന്ന് രാത്രി ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. ക്ഷുദ്രത്തിന്റെ ബന്ധനങ്ങൾ, ആറബിക്കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അന്യായ ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. അമിക്കയറുകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. നാളുകളായി കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ട. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറ്. In the name of Jesus. 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 ഈ രാജാവ് നടകൊള്ളുമ്പോ പെരുവഴി നിന്റെ മുമ്പിൽ. ഇന്ന് രാത്രി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിശ്ചയം കിട്ടിയവർ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ ആരംഭിക്കുകയാണ്. ഫെയ്ത്ത് സിറ്റിയിലെ ഓരോ കുടുംബത്തിലും വെളിപ്പെടാൻ പോകുകയാണ്. ഈ ദേശത്തുള്ള ഓരോ ദൈവമക്കളുടെ കുടുംബങ്ങളിലും വെളിപ്പെടാൻ പോകുകയാണ്. സഭാ വ്യത്യാസമില്ലാതെ ദൈവജനത്തിന്റെ ഉള്ളത്തിലേക്ക് വചനത്തിന്റെ മർമ്മം കയറുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. 44-ാം അധ്യായത്തിൽ കാർമുകിലിനെ പോലെ നിന്റെ പാപങ്ങളെയും ലംഘനങ്ങളെയും മായ്ച്ചുകളെയും എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക. അടുത്ത വാക്യം, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നീ ആരുടെ വകയാ? പാപിയായിരുന്നവൻ, ലംഘനം ചെയ്തവൻ ഇപ്പം വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. ഇന്ന് രാത്രി ആരുടെ വകയാ? നിത്യനായ ദൈവത്തിന്റെ. നിനക്കെതിരായി പറഞ്ഞിരുന്ന ചാർജ് ഷീറ്റ് മുഴുവനും വലിച്ചു കീറി യേശുവിന്റെ രക്തം കൊണ്ട് അത് വെട്ടി അത് തൂരെ കളഞ്ഞ് നിന്നെ ശുദ്ധീകരിക്കത്തക്കവണ്ണം അവന്റെ രക്തം മതിയായതാണെന്ന് ഇന്ന് രാത്രി ഉറക്കെ ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുമോ? താഴോട്ട് വായിച്ചോട്ടെ. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക. യഹോവ ഇത് ചെയ്തിരിക്കുന്നു. ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന വെളിപ്പാടിനെ കാത്തുകൊണ്ട് സൃഷ്ടിയൊക്കെയും ഈറ്റുനോവോടെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനും നീയും ഒരനുഗ്രഹം പ്രാപിക്കുന്നത് കാണുവാൻ പ്രകൃതി മുഴുവൻ ഞരങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. എത്ര വീട്ടിലാ സമാധാനം വരാൻ പോകുന്നു? എത്ര വീട്ടിലെ മരണമില്ലാതാകുന്നു? എത്ര വീട്ടിലെ ഡൈവോഴ്സ് ഇല്ലാതാകുന്നു? എത്ര വീട്ടിലെ കുഞ്ഞുങ്ങളാ വീടോട് സ്നേഹത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോകുന്നത്? ഇതെല്ലാം ചെയ്യുന്നത് വചനമാണ്. ഇന്ന് രാത്രി ദൈവവഴിയിലെ വചനം മാറ്റി നിർത്തിയിട്ടൊരു വിടുതലില്ല. വചനം പ്രസംഗിക്കാതെ അവൻ രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. എന്ത് കസർത്ത് കാണിച്ചാലും വചനം പ്രസംഗിക്കേണ്ടതുപോലെ പ്രസംഗിക്കാതെ രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വചനം കഴിഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ കാര്യം സാധിപ്പിക്കാതെ മടങ്ങത്തില്ല. എന്റെ വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങത്തില്ല. ആ വചനമാണ് പറയുന്നത്, നിന്റെ കാർമുഖം പോലെയുള്ള ലംഘനം മായ്ച്ചു കളഞ്ഞ് എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക. വായിച്ചു താഴോട്ട്. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക. യഹോവ ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളെ ആർത്തുകൊള്ളുവിൻ. പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളും ആയുള്ളവേ പൊട്ടിയാർക്കുവിൻ. എല്ലാം നിരപ്പാകാൻ പോവാ. വായിച്ചോട്ടെ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് ഇസ്രായേലിൽ തന്നെ താൻ മഹത്വപ്പെടുത്തുന്നു. യഹോവ യാക്കോബിനെ വീണ്ടെടുത്തത് കൊണ്ട് നടന്ന കാര്യങ്ങളായി വായിച്ചത്. കുന്നുകൾ സമഭൂമിയാകും, മല ഇടിയും, താഴ്വരകൾ നെകരും, വളഞ്ഞത് ചൊവ്വാകും, ദുർഘടമായത് നേരെയാകും. ആർക്കു വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വായിച്ചു. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായി ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോടുകൂടി ഉണ്ടായിരുന്നു? ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഈ പ്രശ്നക്കാരനും ജ്ഞാനിയും എല്ലാം എന്താ ചെയ്യുന്നറിയാമോ? ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് കവടി നിരത്തി പറയും ഇന്ന വിധത്തിൽ സംഭവിക്കും. ജ്ഞാനി പറയുന്നതിനറിയാമോ? ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഇന്ന വിധത്തിലാകുമെന്നാണ്. അവൻ്റെ എക്സ്പീരിയൻസ്, അവൻ്റെ നോളജ്, അവൻ്റെ കഴിവ്, ഇതെല്ലാം വെച്ച് വിധി എഴുതി. പ്രശ്നക്കാരൻ കവടി നിരത്തി വിധി എഴുതി.
ജ്യോതിഷക്കാരൻ നക്ഷത്രങ്ങളെ നോക്കി വിധി എഴുതി, നിന്റെ ജീവിതം രക്ഷപ്പെടത്തില്ലെന്ന്, നിന്റെ ജീവിതം രക്ഷപ്പെടത്തില്ലെന്ന്. ഇന്ന് രാത്രി ആരൊക്കെ നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയാലും ഞാൻ ഒരു കാര്യം പറയാം, നീ രക്ഷപ്പെടും. കാരണം നിന്റെ വീണ്ടെടുപ്പുകാരൻ നക്ഷത്രങ്ങളല്ല, സൂര്യനല്ല, ചന്ദ്രനല്ല, പ്രശ്നക്കാരനല്ല, ജ്യോതിഷക്കാരനല്ല. നിനക്ക് കണ്ടകശനിയാണെന്ന് പറഞ്ഞാലും, കഷ്ടകാലമാണെന്ന് പറഞ്ഞാലും, അരിഷ്ടകാലമാണെന്ന് പറഞ്ഞാലും അവൻ പറയുന്നത് ശരിയാണ്. അവൻ കണ്ട നക്ഷത്രം പറഞ്ഞതാണ് അവൻ പറഞ്ഞത്, അവൻ കണ്ട സൂര്യന്റെ പൊസിഷനാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് രാത്രി സൂര്യന്റെ ഗതി നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കാൻ കഴിവുള്ളവൻ അവനാണ് നിന്നോട് പറയുന്നത്, ഞാൻ നേരെയാക്കും. വായിച്ചു തരട്ടെ. ഞാൻ എന്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എന്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. ഞാൻ എന്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എന്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ അരുളി ചെയ്തത് ദൈവം നിവർത്തിക്കും. ആമേൻ. നല്ല നിശ്ചയമാണ്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് നടത്തും. പക്ഷെ ദൈവം പറയാത്തത് നീ പറയാതിരുന്ന മാത്രം മതി. കർത്താവ് പറഞ്ഞതാണോ നടന്നിരിക്കും, നന്മയായാലും തിന്മയായാലും. ഇത്രയും പറഞ്ഞ് ഇസ്രായേലിനെ അങ്ങ് ഉറപ്പിച്ച ശേഷം അടുത്ത വാക്യം, യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും, യെരൂശലേമിൽ പ്രവചനമാകട്ടെ, യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും, യഹൂദ നഗരങ്ങൾ പണിയപ്പെടും, യഹൂദ നഗരങ്ങൾ പണിയപ്പെടുമെന്നും, ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. എങ്ങനെയാണെന്നറിയാമോ? ഒരിക്കലും ശരിയാകത്തില്ല. തീ കൊണ്ട് ചുത്ത് വാതിലുകൾ വെന്ത് മതിൽ ഇടിഞ്ഞും കിടക്കുന്ന യെരൂശലേം, നെഹമ്യാവ് പറയുന്നു. നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന സഹോദരന്മാർ, നെഹമ്യാവ് പറയുന്നു. ബാബിലോണ്യ പ്രവാസത്തിൽ കിടക്കുന്ന ദൈവമക്കൾ, ദാനിയേൽ പറയുന്നു, യെരമ്യാവ് പറയുന്നു, എഹെസ്കേൽ പറയുന്നു, പ്രവാസത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ദൈവമക്കൾ. ഇതൊന്നും ഇനി ശരിയാകത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷെ സർവശക്തൻ പറയുന്നു, യെരൂശലേം ഇനിയും പണിയപ്പെടും. നിന്റെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്നത് കണ്ടിട്ട് ആരെന്ത് പറഞ്ഞാലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി എൻ്റെ ദൈവം എന്നോട് പറയുന്നു, നിന്നെ വീണ്ടും പണിയാൻ കഴിവുള്ള ഒരു ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. നിന്റെ തകർന്നു കിടക്കുന്ന വിഷയങ്ങളിൽ അവൻ പണി ആരംഭിക്കും. ആമേൻ. അവന് പാപനിരപ്പാക്കിയാൽ മതി. അടുത്ത വാക്യം, ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകാം, ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകാം, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു. നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് പറഞ്ഞു. ഏതിനെന്നറിയാമോ? ഇസ്രായേൽ മക്കളെ അടിമപ്പാടിൽ പിടിച്ചുകൊണ്ടുപോയി 70 സംവത്സരമായി അവൻ ഇട്ടിരിക്കുന്ന ബാബിലോണിനോടുള്ള അരുളപ്പാടാണ്. വായിച്ചു. കോരസ് എന്റെ ഇടയൻ, കോരസ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. ആമേൻ. കോരസ് ജനിക്കുന്നതിന് 200 വർഷം മുമ്പ് പറഞ്ഞു, പണിയും അടിസ്ഥാനം ഇടും, അവൻ എൻ്റെ ഇടയൻ, അവനെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. ഇന്ന് രാത്രി ഇതുപോലൊരു അരുളപ്പാട് നിനക്ക് പ്രാപിക്കാൻ ഇടയായാൽ അത് നടന്നിരിക്കും. ഇന്ന് രാത്രി ഇടിഞ്ഞു കിടക്കുന്ന ചിലത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് പണിയുമെന്നൊരു ഉറപ്പ് കിട്ടിയിട്ടുള്ളൊരു വല്ലവരുമുണ്ടോ? അത് ചെയ്തിരിക്കും ദൈവം. കാരണം വചനമാണ് പറയുന്നത്. 45-ന്റെ 1-2 വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. BC 700 പറഞ്ഞ പ്രവചനം അക്ഷരം പ്രതി BC 529 കോരശ് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കൊണ്ട് ദൈവം നിറവേറ്റി. 200 കൊല്ലം കഴിഞ്ഞപ്പോൾ നിറവേറ്റി. ഇന്ന് രാത്രി എന്തെങ്കിലും വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ അതവൻ നിറവേറ്റും. യെരമ്യാവേ, നീ എന്ത് കാണുന്നു? ബദാംവൃക്ഷത്തിന്റെ കൊമ്പ് കണ്ടത് ശരി തന്നെ, ഞാൻ ജാഗരിച്ചുകൊള്ളും. ഇന്ന് രാത്രി എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചത് അക്ഷരം പ്രതി നടക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്.